ഇനി പറയാൻ പോകുന്നത് ജമാഅത്ത് നിസ്കാരം സ്വഹിയാവാനുള്ള ചില ഷർത്തുകളുണ്ട്. ഈ ഷർത്തുകൾ പാലിച്ചല്ലാതെ ജമാഅത്ത് നിസ്കാരം അള്ളാഹു സ്വീകരിക്കില്ല. 8 കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഇത് 4ാം ക്ലാസ്സിലെ ഫിഖിലുള്ള കേട്ടോ. ഇമാമിനോട് തുടർന്നു എന്ന് കരുതണം. ഇത് ഷർത്താണ്. എന്നാലേ ജമാഅത്തിന് കൂലി നമുക്കുണ്ട് ലഭിക്കുള്ളൂ. ഇമാമിനോട് തുടർന്നു എന്ന് കരുതണം. 2, മാമൂമ ഇമാമിനേക്കാൾ മടമ്പ് കൊണ്ട് മുന്നിലാവാതിരിക്കുക. മടമ്പ് കാലാണല്ലോ. ചിലപ്പോൾ ചെറിയ കാലുള്ളവരുണ്ടാവും, വലിയ കാലുള്ളവരുണ്ടാവും. പക്ഷേ അതിൻ്റെ മുമ്പാകല്ല, മടമ്പം കാലം ഒപ്പിച്ചാണ് എന്ത് ചെയ്യേണ്ടത് നിസ്കാരത്തിൽ നിൽക്കുക. അപ്പോൾ മടമ്പം കാലം ഒപ്പിച്ച് എന്ത് ചെയ്യണം? മാമൂമിനേക്കാൾ ഇമാമിൻ്റെ മടമ്പ് കൊണ്ട് മുന്നിലാവാതിരിക്കുക. അപ്പോൾ ഇമാമിൻ്റെ ബാക്കിലാണ് നിസ്കരിക്കേണ്ടത്. 1-2 ആൾക്കാർ നിസ്കരിക്കുമ്പോഴൊക്കെ എന്ത് ചെയ്യുക, അത് ശ്രദ്ധിക്കേണ്ട കാര്യം. ജമാഅത്ത് നിസ്കരിക്കുമ്പോൾ ഇമാമ ഏറ്റവും ഫ്രണ്ടിലേ ഉണ്ടാവുക, ഒരു സെഫ് വിട്ടിട്ടെല്ലാം നിൽക്കുക. അപ്പോൾ വിഷയം വരില്ല. 3, ഇമാമിൻ്റെ നീക്കങ്ങൾ മാമൂമ അറിയൽ. ഇമാമിൻ്റെ നീക്കം എന്ത് ചെയ്യണം? മാമൂമ അറിയണം. ചിലപ്പോൾ അത് മുമ്പത്തെ സെഫ് കൊണ്ടാവും അറിയാം, അല്ലെങ്കിൽ ഇമാമിനെ നേരിട്ട് കണ്ടുകൊണ്ടായിരിക്കും. ചില ആൾക്കാരൊക്കെ നിസ്കരിക്കുമ്പോൾ ഇമാമ ഏറ്റവും മുകളിലിരിക്കും, മാമൂമായിട്ട് അടിയിൽ. അത് പറ്റില്ല. ഇമാമിൻ്റെ അനക്കം നമ്മൾ അറിയണമെന്നർത്ഥം. 4, ഇമാമു മാമു ഒരു സ്ഥലത്തായിരിക്കൽ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇമാമു മാമു എന്ത് ചെയ്യണം? ഒരു ഹാളിൽ നിസ്കരിക്കുക. ആ ഹാളിൽ ഇമാമ ഏറ്ററ്റത്ത്, മാമു ഏറ്റുപിറകില്ല. അത് പറ്റില്ല. അപ്പോൾ ഇമാമിൻ്റെ ബാക്കിൽ നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ ഇമാമിൻ്റെ തൊട്ട് ബാക്കിൽ നമുക്ക് സുജൂദ് ചെയ്യാൻ സ്ഥലം നോക്കിയിട്ട് എന്ത് ചെയ്യുക? ഇമാമിൻ്റെ ബാക്കിലായി നിസ്കരിക്കുക. ഇമാമ വേറെ സ്ഥലത്ത്, മാമും വേറെ സ്ഥലത്ത് പറ്റില്ല എന്നർത്ഥം. ഇമാമു മാമു ഒരൊറ്റ സ്ഥലത്ത്, ഈ പള്ളീൻ്റെ ഹാളിൽ. ഇനി ഫീലിയായ 2 പൂർണ്ണ ഫർള് കൊണ്ട് അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം കാരണമില്ലാതെ പിന്താതിരിക്കൽ. അപ്പോൾ ഫീലിയായ റുക്കുനുകളുണ്ട്, ഫറലുകളുണ്ട്. ആ ഫറലിനേക്കാൾ പിന്താനും പാടില്ല. ഇനി അടുത്ത ഫറല് ഫീലിയായ പൂർണ്ണമായ 2 ഫറലിനെ അറിഞ്ഞു മനഃപൂർവ്വമായും ഇമാമിനേക്കാൾ മുൻകടക്കാതിരിക്കാനും പറ്റില്ല, മുൻകടക്കാനും പറ്റില്ല. അപ്പോൾ പിന്തിക്കാനും പാടില്ല, മുന്തിക്കാനും പാടില്ല. 7, കാരണമുണ്ടായാലും ഫീലിയായ 3-ലധികം ദീർഘ ഫറലുകൾ കൊണ്ട് ഇമാമിനേക്കാൾ പിന്താതിരിക്കൽ, പിന്താനും പാടില്ല. ഇനി 8, സഹവിൻ്റെയോ തിലാവത്തിൻ്റെയോ സുജൂദ്, 1-ാമത്തെ തഹിയ്യാത്ത് മുതലായവ ഇമാമിനോട് എതിരാകാതിരിക്കൽ. അപ്പോൾ ചിലപ്പോൾ നമ്മൾ മസ്ബൂക്കായിരിക്കും, പിന്നീട് വന്നതായിരിക്കും. അപ്പോൾ ഇമാം എന്ത് ചെയ്യും? ചിലപ്പോൾ 3-ാമത്തെ റക്അത്ത്. അപ്പോൾ 3-ാമത്തെ റക്അത്തിൽ ഇമാമ് അത്തഹിയ്യാത്തിലിരിക്കും. നമ്മൾ 1-ാമത്തെ റക്അത്താണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ അത്തഹിയ്യാത്തിലിരിക്കാതെ എല്ലാം മുങ്ങാൻ പാടില്ല. ഇമാം